ക്രീമി എഗ് റോൾ ഉണ്ടാക്കിയാലോ? സിമ്പിളാണ്, എന്നാൽ നല്ല ഫില്ലിങ്ങുമാണ്. ഞാനിപ്പോൾ നോർമൽ ചപ്പാത്തിയിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ലെഫ്റ്റ് ഓവർ ചപ്പാത്തിയോ പൊറോട്ട ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. 2 കോഴിമുട്ട, ഒരു സവാള, ഒരു ക്യാരറ്റ്, ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസ് എല്ലാം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. മുട്ടയിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. ഒരു വൈറ്റ് സോസ് പോലെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഒരു പാൻ ചൂടാക്കി അല്പം ഓയിൽ ഒഴിച്ച് മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഒരുപാട് തിന്നായിട്ടല്ല, അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് മുട്ട ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് ഒരല്പം കൂടെ ഓയിൽ ഒഴിച്ച് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾസിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരല്പം ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദയായാലും കുഴപ്പമില്ല. ആട്ട ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരല്പം പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു ചീസ് സ്ലൈസ് ചേർത്ത് കൊടുക്കാം. ചീസ് മെൽറ്റ് ആകുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അതിലേക്ക് മുട്ടയും കൂടി ചേർത്താൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോ കൊണ്ട് ഞാൻ 5 ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചപ്പാത്തിയുടെ സെൻറ്ററിൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിംഗ് വെച്ച് 4 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്യാം. ഞാനിപ്പോൾ 4 സൈഡും അങ്ങ് ഫോൾഡ് ചെയ്ത് വെക്കുന്നു എന്ന് മാത്രം. പിന്നെ ഈ ചപ്പാത്തി ഒന്ന് ഓയിലിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അങ്ങനെ നമ്മുടെ ക്രീമി ചപ്പാത്തി എഗ് റോൾ റെഡിയാണ്. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറിനോ ഒക്കെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.